നീ കരയുവാണോ? സീരിയസ്ലി? എന്താ ഉണ്ടായേ? എന്റെ അമ്മ കരയുന്ന കാണാൻ ഒരു ഭംഗിയില്ല കേട്ടോ. കേരളത്തിൽ നീ കരഞ്ഞ നിന്റെ ഫാൻസിന് അത് ഇഷ്ടാവില്ല. നീ എനിക്ക് വേണ്ടി ചെയ്യുന്ന സഹായങ്ങള് ഒരിക്കലും വേറെ ആരും ചെയ്തു തരില്ല വേദാന്ത്. നിന്നോട് എങ്ങനെ താങ്ക്സ് പറയണ്ടെന്ന് പോലും എനിക്കറിയില്ല. താങ്ക് യു. എന്റെ കഴുതക്കുട്ടി, വലിയ റൗഡി ബേബിയാന്ന് ഡയലോഗ് അടിക്കുന്ന നീയെ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്ക് കരഞ്ഞാലോ? ആരെങ്കിലും താങ്ക്സ് പറയുമ്പോ കരയോ? നീ എനിക്ക് ചെയ്ത ഹെൽപ്പിന് മുമ്പില് ഞാൻ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല വേദാന്ത്. കണ്ണീര് ഞാൻ അറിയാതെ വന്നത്. താങ്ക്സിന് കണക്കില്ല എന്ന് പറഞ്ഞു, കണ്ണീരിന് കണക്കുണ്ടോ? സ്നേഹത്തിന്റെ കാര്യത്തില് ഒരു തരത്തില് കണക്കുണ്ട് വേദാന്ത്. നീ ഒരു കവിത കേട്ടിട്ടുണ്ടോ? നക്ഷത്രമേ നീ മിഴികൾ അടയ്ക്കരുത്, അതിൽ നിറയെ എന്റെ പ്രണയമുണ്ട്. പ്രണയം സത്യമാണ് വേദാന്ത്. ഞാനിപ്പോ നിന്റെ മുന്നിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ എന്റെ ആയതുകൊണ്ട് മാത്രം. കമോൺ അമൂല്യ, നീ എന്തിനാ ഇത്രയും ഫീൽ ആവുന്നത്? ഫീൽ ആകാതെ പിന്നെ എങ്ങനെയാ വേദാന്ത്? നിന്നോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. എന്നിട്ട് നീ എന്റെ അനിയത്തിയുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്തു. ഭാര്യയുടെ അനിയത്തിമാരുടെ ജീവിതത്തെക്കുറിച്ച് പല ഭർത്താക്കന്മാരും കെയർ ചെയ്യാറില്ല. അങ്ങനെയുള്ളപ്പോ നീ എന്റെ ചെറുക്കനായി. നീ എന്റെ ജീവിതത്തിൽ വന്ന ശേഷം നിന്റെ ഫാമിലി എന്റെ ഫാമിലി തന്നെയാ. ഇപ്പൊ ഞാൻ ചെയ്തൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇത്ര ചെറിയ കാര്യത്തിനൊന്നും താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കണക്കില്ലാതെ കണ്ണീരൊറ്റിക്കുകയും വേണ്ട. വാ, നമുക്കൊരു സെൽഫി എടുക്കാം. സ്മൈൽ ചെയ്യടോ. ഇതിലും നല്ലത് നീ കരഞ്ഞോണ്ടിരിക്കുന്നത് തന്നെയായിരുന്നു. വേറെ എന്തെങ്കിലും പോസ് കൊടുക്ക്. ഇത് നന്നായിട്ടുണ്ട്. ശരിക്കും മങ്കിയെ പോലെ ഉണ്ട്. ഇത് ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അതെന്തിനാ? ഒരു പ്രിന്റ് എടുത്ത് പോസ്റ്റർ ആക്കി റോഡ് സൈഡിൽ അങ്ങോട്ട് വെക്ക്. പിന്നെന്താ, ശരിക്കും പോസ് ചെയ്തൂടെ? ശരിക്കും പോസ് ചെയ്യ്. വാ. നന്നായിട്ടുണ്ട്. വിക്കി, ഒരു മിനിറ്റ് നിക്ക്. ധ്രുവ, ഞാനിപ്പോ നല്ല മൂഡിലല്ല. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് സംസാരിക്കാം. ഇല്ല വിക്കി, എനിക്കിപ്പോ സംസാരിക്കണം. എന്താ നടക്കുന്നത് വിക്കി? നിന്റെ കല്യാണത്തിന് നിങ്ങളെ രണ്ടുപേരെ ഒന്നാക്കാൻ വേണ്ടി എല്ലാവരും എത്ര കഷ്ടപ്പെടുമെന്ന് നിനക്കറിയില്ലേ? അതിനൊന്നും നീ ഇപ്പോ ഒരു വിലയും തരാതെ എന്താ ഈ ചെയ്യുന്നേ? ആർത്തി നിന്നോട് ഈ കാര്യത്തെക്കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നോ? പ്ലീസ് വിക്കി, ബ്ലെയിം ചെയ്യണ്ട. ഞാനായിട്ട് ചോദിച്ചാലും ഏട്ടത്തെ എന്നോടൊന്നും പറയില്ല. നിങ്ങൾ രണ്ടുപേരും അടുക്കളയിൽ നിന്ന് സംസാരിച്ചത് ഞാൻ അപ്രതീക്ഷിതമായി കേട്ടുപോയെന്നേ ഉള്ളൂ. കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ സംതിങ് ഈസ് സ്ട്രോങ് എന്ന് നിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലായി. നീ ഇവിടെ വന്നത് മുതൽ അവർ നിർത്താതെ കരയുക. പ്ലീസ്, എന്തേലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അത് വേഗം ക്ലിയർ ചെയ്യും. അവരെയും കൂടെ കൊണ്ടുപോകാൻ നോക്ക്. ധ്രുവ, ഇതൊക്കെ എന്ത് കാര്യത്തിന്റെ പേരിലാണ് നടക്കുന്നതെന്ന് എനിക്ക് ഒരു തരത്തിലൊരു ഐഡിയ ഇല്ല. എല്ലാവർക്കും എക്സ്പ്ലനേഷൻസ് കൊടുത്ത് എനിക്ക് വട്ടായിരിക്കാം. I just can't do it anymore. Leave me alone. വിക്കി, എന്താ ധ്രുവ അവന്? എന്ത് പറഞ്ഞിട്ടാവും പോയെ? അളിയ, ഇത് ആദ്യമായിട്ടാ അവൻ ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ കാണുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്റെ മൊബൈലിന്റെ ലുക്കേ മാറിപ്പോയി. ഇങ്ങനെ ഇരിക്കണ സ്ക്രീനായ. ഉമ്മ കൊടുത്തപ്പോഴേക്കും അവന്റെ കോൾ ഇങ്ങോട്ട് വന്നല്ലോ. കള്ളച്ചെറുക്കൻ. ഹലോ. ഹേയ്, കോൾ ചെയ്തത് നീയല്ലേ?
അപ്പൊ ആദ്യം ഫോൺ എടുത്ത് ഹലോ പറയേണ്ടത് ഞാൻ. നീ എന്തിനാ ഹലോ പറഞ്ഞത്? എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ കൂടെ കൂടി ഞാനും ഇപ്പൊ മോശമായി. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം, ഉയരങ്ങളിലെത്തും. അതെ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ. ശരി, എന്താ ഇപ്പൊ വിളിച്ചത്? എനിക്ക് നിന്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റുന്നില്ല. നിന്റെ കൂടെ തന്നെ എപ്പോഴും ഇരിക്കാൻ വേണ്ടി തോന്നുക. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് കല്യാണം കഴിച്ചാ പോരെ? എന്താ പറഞ്ഞേ? സുമേഷ് പറഞ്ഞത് സത്യം. മൈൻഡ് വോയിസ് വരെ മനസ്സിലാക്കുന്ന ഒരേ ഒരു ജീവി ദേ ഇവനാ. ഒന്ന് സൂക്ഷിക്കണം. ഹലോ, നീ ഉണ്ടോ അതോ ചത്തുപോയോ? ഹലോ അമ്മു. ഓ കട്ട് ചെയ്തു. ഹലോ. ഇവക്ക് ഇതെന്താ പറ്റിയേ? അല്ലേച്ചി, ആരുടെ ഫോണാ? അവളുടെ ഒരു അന്വേഷണം. ഫോണ് മുതുക്കിയുടെയാ. അതില് വിളിച്ചത് വേദാന്തേട്ടനാ. എത്ര സ്വീറ്റ് ആയിട്ടാ അമ്മൂന്ന് വിളിച്ചെന്നറിയാവോ? എടി കൊരങ്ങെ, നീ വെറുതെ ഇരുന്നോ? ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഞാൻ വെറുതെ ഒന്നും പറഞ്ഞില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്താ അത്? ആദ്യം ഫോൺ ഇങ്ങ് തടി മറക്കരുത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഫോൺ അത് എന്റെ ഫോണല്ലേ, അതിക്ക് തരാനാ നീ പറഞ്ഞു. എന്റെ ചേച്ചിയാ. നിനക്കും വേദാന്തേട്ടന്റെ ഇടയിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയണം. അയ്യോ, ഫോൺ തരുന്നുണ്ടോ ഇല്ലയോ? തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യുന്ന? ഫോൺ തരാനല്ലേ പറഞ്ഞേ. ഹലോ, കാര്യമൊന്നും ഇല്ലെങ്കിൽ പിന്നെന്താ ഇത്ര സീക്രട്ട് ആയിട്ട് പറയാൻ? ഒരു കാര്യമില്ലഞ്ഞിട്ടും നീ എന്താ നിന്റെ ഫോൺ ആർക്കും കൊടുക്കില്ലാത്തത്? ഇനി ഒരിക്കലും വേറൊരാളുടെ ഫോൺ നീ എടുക്കാൻ പോയേക്കരുത്. ശരി, കാര്യമൊന്നും ഇല്ലെന്ന് തന്നെ വിശ്വസിക്കാം. പക്ഷേ വേദാന്തേട്ടൻ ഇതുവരെ ഇല്ലാത്ത പോലെ ഭയങ്കര സ്വീറ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് റൊമാൻറ്റിക് ആയിട്ട് അമ്മൂന്ന് എന്തിനാ വിളിച്ചത്? നിനക്കെന്താ അത്? ആരതി ചേച്ചി എന്നെ സ്നേഹത്തോടെ അമ്മൂ എന്നല്ലേ വിളിക്കാറുള്ളത്. അതിന് അവൻ കളിയാക്കി വിളിക്കുന്നു, അത്രേ ഉള്ളൂ. നീ ചുമ്മാ അതിനെ പറഞ്ഞ് വലിയ വിഷയമൊന്നും ആക്കണ്ട. എടി, അത്രേ ഉള്ളൂ. ചാൻസേ ഇല്ല. ആരതി ചേച്ചി ഒരിക്കലും അമ്മോ എന്ന രാഗത്തിലൊന്നും വിളിക്കില്ല. അതെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തോ സംതിങ് ഉണ്ട്. അതെ, സംതിങ് ഉണ്ട്. ഡി മറക്കരുതേ, പ്രായത്തിനനുസരിച്ച് സംസാരിക്കടി. അങ്ങോട്ട് നടക്ക്. എന്താണിത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തരുന്നേ? എനിക്കെടുക്കാറിയല്ലോ. ഇത്രയും വർഷം നീയല്ലേ ജോലിയൊക്കെ ചെയ്തു. ഇപ്പൊ ഞാൻ റിട്ടയറായി. ഇനി ഞാൻ നിന്നെ കുറച്ച് സഹായിക്കാം. മതി, ചുമ്മാ ഇരിക്കെ. നിങ്ങൾ എപ്പോഴാണ് രാജാവിനെ പോലെ ജോലി ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞേ? ജോലിക്ക് പോകുമ്പോ വീട്ടിൽ വന്നാല് എന്തെങ്കിലുമൊക്കെ സഹായം നിങ്ങൾ ചെയ്യുമായിരുന്നല്ലോ. നിങ്ങള് പുതിനയും കൊത്തമല്ലിയും ഒക്കെ മുറിച്ചെടുക്കുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, അത് നിങ്ങളുടെ മക്കളിൽ ആർക്കും കിട്ടിയിട്ടില്ല. അവര് മുറിച്ചെടുക്കുന്നത് കണ്ടാലേ ഒന്നുകിൽ അതിന്റെ തണ്ട് കളയും, അല്ലെങ്കിൽ അതിന്റെ ഇലയും കളയും. അതൊക്കെ അത്ര വലിയ ജോലിയാണോ? ഞങ്ങൾ ആണുങ്ങൾ വെളിയിൽ പോയി ജോലി ചെയ്തിട്ട് വരുന്നു. ഇനി ഒരാൾക്ക് ക്ഷീണമായതൊന്നും വലിയ കാര്യമൊന്നും ആക്കണ്ട. അതൊക്കെ വിട്ടേക്ക് ഓർമ്മ. ഞങ്ങൾ ജോലിക്ക് പോകുമ്പോ കുറച്ച് റെസ്റ്റൊക്കെ കിട്ടിയേക്കും. എന്നാൽ നിങ്ങൾ പെണ്ണുങ്ങളോ റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കും. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം ഇല്ല എന്നുള്ള കാരണം കൊണ്ട് ഒരു വിലയും കിട്ടാത്തത്. ഒരു നിശ്ചിത സമയമൊന്നുമില്ല. നിങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു ബോസും ഇല്ല. എന്നാലും നിങ്ങൾ ഫാക്ടറി പോകുന്ന ആളുകളെക്കാൾ കൂടുതൽ പണിയെടുക്കും. രാവിലെ മുതൽ നീ ഓടുന്ന കണ്ട മനസ്സിലാവില്ലേ? അങ്ങനെയൊന്നും ഇല്ല. നീ നമ്മുടെ വീട്ടിൽ അതുപോലത്തെയുള്ള സ്ഥിതികളൊന്നും ഇല്ലല്ലോ. രാവിലെ ടിഫിൻ അമ്മ ഉണ്ടാക്കും, ഉച്ചഭക്ഷണം ആരതി റെഡിയാക്കും, അത് കഴിഞ്ഞല്ലോ. ഞാന് വിശേഷമുള്ള ദിവസങ്ങളിൽ മാത്രം കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. പിന്നെ ബാക്കിയുള്ളതെല്ലാം നിങ്ങള്, സുമേഷ്, സിദ്ധാർത്ഥ്, ധ്രുവ, നിങ്ങളെല്ലാരും കൂടെ അല്ലേ നോക്കുന്നേ? ചെയ്തിട്ടുള്ള പണികൾക്കൊന്നും എനിക്ക് ഷെയറൊന്നും വേണ്ട. അഞ്ജുവിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ചെറിയ കുട്ടിയായിരുന്നവള് വലിയ കുട്ടിയായി. കുട്ടികൾ വലുതാവും തോറും മനസ്സിലെ സംഘർഷം കൂടി കൂടി വരും. പക്ഷെ കല്യാണത്തെക്കുറിച്ചൊന്നുമല്ല, അവള് നന്നായിട്ട് പഠിക്കും. ഇനിയിപ്പോ ഞാൻ റിട്ടയർ ആയതുകൊണ്ട് അവരുടെ മുന്നോട്ടുള്ള പഠിത്തത്തിന്റെ കാര്യത്തില് ഒരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വേദാന്ത്
എന്റെ തലയിലെ വലിയൊരു ഭാരം ഇറക്കി വെച്ചു. അവനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരു രീതി പറഞ്ഞാല് ആ വീട്ടിലുള്ളവരെല്ലാരും വലിയ ഹൃദയമുള്ളവരാ. നമ്മുടെ കണ്ണനെ തന്നെ നോക്ക്. ഈ വീടിനു വേണ്ടി അവനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവൻ ചെയ്യുന്നില്ലേ? അത്രയ്ക്ക് നല്ല മനസ്സുള്ളവരുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നാല് ധ്രുവയും പിന്നെ വേദാന്തം ഒന്നാവുന്നത് ദൈവത്തിന് എന്തുകൊണ്ട് ഇഷ്ടമല്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അർത്ഥം മനസ്സിലാകാത്ത കാര്യം ഒരുപാടുണ്ട്. ബന്ധങ്ങളിലെ സ്വഭാവമാണ് ഏറ്റവും പ്രധാനം. ഏകനക്ഷത്രക്കാരങ്ങനെ ഒന്നാകില്ല എന്ന് പറയും. അതിന് കാരണം ഗുണോ സ്വഭാവമൊക്കെ ആയിരിക്കും. സ്വാഭിമാനവും ആത്മാഭിമാനവും രണ്ടുപേർക്കും കൂടുതലാണ്. രണ്ടുപേരും അണുവിടാനങ്ങില്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെ ആവുന്നത്? കണ്ണൻ അവന്റെ ചേട്ടനെ ദൈവത്തെ പോലെയാ കാണുന്നത്. എന്നാൽ വേദാന്ത് കണ്ണനെ സ്വീകരിക്കാൻ ഒട്ടും പോലും തയ്യാറല്ല. എന്റെ അഭിപ്രായത്തില് ഈ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിപ്പിക്കണമെങ്കിൽ വേദാന്ത് തന്നെ മനസ്സ് വെക്കണം. അങ്ങനെ പറയാൻ പറ്റില്ല പ്രവേ. വേദാന്തിന് പെൺകുട്ടികളോടൊന്നും വേർതിരിവില്ല. അവൻ സാവധാനത്തില് 4 പേരോട് ഒരേപോലെ ഇടപഴകല്ലേ. മക്കളെല്ലാവരും ഒരേപോലെ പെരുമാറണം. അവന്റെ സ്വഭാവം എല്ലാവരും അംഗീകരിച്ച തീർച്ചയായും സാഹചര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. എന്റെ നോട്ടത്തിൽ അവരുടെ ഇടയില് അവരറിയാതെ എന്തോ ഒന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സത്യമായിട്ട് അറിയില്ല പ്രമി. എന്റെ ഒരു ഊഹം അത്രേ ഉള്ളൂ. എല്ലാം വിധി പോലെ വരും. ചേച്ചി, ഈ ഘടികാരത്തിന് അണക്കെട്ടുണ്ടാക്കാൻ ആർക്കും കഴിയില്ലേ? എന്ത് ഘടികാരത്തിന് അണക്കെട്ടോ? നീ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ വേറെ എന്ത് പറയാനാ? എത്ര ഫാസ്റ്റ് ആയിട്ടാ ഒരു ശകലം പോലും തെറ്റാതെ ഓടുന്നേ നോക്ക്. ന്യൂ ഇയർ ആണെങ്കിൽ ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നേ. വിജയദശമി ആണെങ്കിൽ ഇങ്ങ് അടുത്തെത്തി. എത്ര പെട്ടെന്ന് സമയമൊക്കെ പോകുന്നേ. കഴിഞ്ഞ വർഷം കടന്നു പോയതുപോലെയൊന്നും ഈ വർഷം കടന്നു പോകുന്നില്ല. അതെ, നീ വെറുതെ ടോപ്പിക്ക് ചേഞ്ച് ചെയ്യാൻ നിക്കല്ലേ. നീ ഇവിടെ വന്നത് മുതലേ ഡള്ളായിട്ട് തന്നെ ഇരിക്കുന്നെ. കളിയും ചിരിയും ഒക്കെ നിന്ന് പോയല്ലോ. നീ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നേ? ഞാൻ എപ്പോഴും കുറച്ചല്ലേ സംസാരിക്കാറുള്ളൂ. നേരത്തെ നീ ഒരുപാട് സംസാരിക്കാറില്ലായിരുന്നു. പക്ഷെ നിന്റെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ആരോ കട്ടെടുത്തോണ്ട് പോയ പോലെ എനിക്ക് തോന്നുന്നേ. എന്താ നിന്റെ പ്രശ്നം? അങ്ങനെയൊന്നും ഇല്ല എന്റെ അമ്മു. ഞാനിപ്പോ നന്നായിട്ട് തന്നെ ഇരിക്കുന്നെ. കല്യാണം കഴിഞ്ഞാ പിന്നെ നമുക്ക് പഴയതുപോലെ ഇരിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ നിനക്ക് നിന്റെ കല്യാണം കഴിയുമ്പോ മനസ്സിലാവും. നീയോ ഇപ്പൊ എന്തായാലും മാറിപ്പോവും. ഒന്ന് പോ ചേച്ചി. സംസാരാണ് എന്റെ ഹൈലൈറ്റ്. അതാണ് എന്റെ സമ്പാദ്യവും. നിന്നെ പോലെ ചിരിക്കാത്ത മുഖം വെച്ച് നമ്മുടെ ഐഡന്റിറ്റി തന്നെ കളഞ്ഞ് ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് കല്യാണമേ വേണ്ട. അമ്മോ, നീ ഇനി റെഡി ആയില്ലേ? ഓഫീസിൽ പൂജ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. യോ, എനിക്ക് ഓർമ്മയുണ്ടമ്മേ. എങ്ങാനും മറന്നുപോയാ ഇപ്പൊ എനിക്ക്